ഉത്തരാഖണ്ഡിലെ പഞ്ചബദരികളിൽ നാലാമതായി സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് വൃദ്ധബദരി. അളകനന്ദയുടെ തീരത്ത് ജോഷിമഠിനടുത്തുള്ള ആനിമഠ് എന്ന ഗ്രാമത്തിലാണ് ഈ പ്രാചീന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണു ഇവിടെ ഒരു വൃദ്ധന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നാരദ മഹർഷിക്ക് ദർശനം നൽകിയെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് വൃദ്ധബദരി എന്ന പേര് ലഭിച്ചതും. ആദി ശങ്കരാചാര്യർ ബദരീനാഥ് ക്ഷേത്രത്തിൽ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് ഭക്തർ വിഷ്ണു ഭഗവാനെ ആരാധിച്ചിരുന്നത് ഇവിടെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചബദരികളിൽ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കുന്നതും. ജോഷിമഠിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി തികച്ചും ശാന്തമായ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ. റോഡിൽ നിന്നും കുറച്ചു ദൂരം മുകളിലേക്ക് നടക്കണം. കുത്തനെയുള്ള കോൺക്രീറ്റ് പാതയാണ്. ഇരുവശവും ഗ്രാമീണരുടെ വീടുകളും കൃഷിയിടങ്ങളും. ഹിമാലയൻ മലനിരകളുടെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനാവുക. മുകളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ഒരു കാഴ്ചയാണ് കിട്ടുക. മലനിരകൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. യാതൊരു ആഡംബരങ്ങളുമില്ല. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രം. അവിടെ ചെന്നപ്പോൾ രാവിലെ പൂജാരി നട തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഗഡ്വാളി രീതിയിലുള്ള ഒരു ചെറിയ ശ്രീകോവിലും മുൻപിലായി ഒരു മുഖമണ്ഡപവും മുൻവശത്തായി ഒരു നടപ്പന്തലുമുണ്ട്. മഹാവിഷ്ണുവിനെ കൂടാതെ മറ്റൊരു ചെറിയ ശ്രീകോവിലിൽ കേദാർനാഥന്റെ പ്രതിഷ്ഠയുമുണ്ട്. ഒരു ചെറിയ പ്രദക്ഷിണ വഴിയും. ക്ഷേത്രത്തിന്റെ പുറകിലായി ഒരു വലിയ ആൽവൃക്ഷം പടർന്നു പന്തലിച്ച് നിൽപ്പുണ്ട്. പൂജാരി താമസിക്കുന്നതും തൊട്ടടുത്ത് തന്നെയാണ്. തെക്കുവശത്തായി ഒരു ചെറിയ തിടപ്പള്ളിയും. ക്ഷേത്രത്തിന് ചുറ്റുമായി പൂജയ്ക്ക് വേണ്ട പൂക്കളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞു. ഇത്രയുമാണ് ഈ ക്ഷേത്ര സമുച്ചയം. പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു ഒരു വൃദ്ധന്റെ രൂപത്തിൽ നാരദമുനിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത്. ചരിത്രമനുസരിച്ച് ഗുപ്തകാലഘട്ടം മുതലുള്ള ക്ഷേത്രമാണത്രേ ഇത്. കറുത്ത ശിലയിൽ നിർമ്മിച്ച ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ്. വിഗ്രഹത്തിന്റെ മുഖത്തൊരു ശാന്തതയും പ്രായം തോന്നിക്കുന്ന രൂപത്തിലുമാണ് കാണാൻ കഴിയുക. ലോകാരാധ്യനായ ഭഗവാൻ തൻ്റെ ഭക്തനെ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ലളിതമായ ആ ഒരു ഭാവം കാണിക്കാനോ സ്വീകരിച്ച ഈ വൃദ്ധരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആദി ശങ്കരാചാര്യസ്വാമികൾ അളകനന്ദയിൽ നിന്നും ബദരീനാഥന്റെ വിഗ്രഹമെടുത്ത് പുനഃപ്രതിഷ്ഠിക്കുന്നതുവരെ ഈ ക്ഷേത്രത്തിനായിരുന്നു അത്രേ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ആദിമ ബദരി എന്നും വിളിപ്പേരുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയ ആരാധനാ സമ്പ്രദായങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. വർഷത്തിൽ 12 മാസവും ഇവിടെ നട തുറന്നിരിക്കും. ബദരീനാഥ് ക്ഷേത്രം മഞ്ഞുകാലത്ത് അടച്ചിടാറുള്ളപ്പോൾ പോലും ഇവിടെ ആരാധനകൾ നടക്കുന്നുണ്ട്. ഹിമാലയൻ തീർത്ഥാടനത്തിലും ഗഡ്വാൾ മേഖലയിലെ പൈതൃക ചരിത്രത്തിലും വളരെ വലിയ സ്ഥാനമാണ് ഈ വൃദ്ധബദരിക്കുള്ളത്.